ഫീച്ചേഴ്സ് കണ്ടായിരുന്നു. ഒബ്ജക്റ്റ് ഓറിയന്റഡ്, പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്, സിമ്പിൾ, സെക്യൂർ, ആർക്കിടെക്ചർ ന്യൂട്രൽ, പോർട്ടബിൾ, റോബസ്റ്റ്, മൾട്ടി ത്രെഡഡ്, ഇന്റർപ്രറ്റഡ്, ഹൈ പെർഫോമൻസ്, ഡിസ്ട്രിബ്യൂട്ടഡ്, ഡൈനാമിക്. ഇത്രയും ഫീച്ചേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ക്ലാസ്സസ്, ഒബ്ജക്ട്സ് ആൻഡ് മെത്തേഡ്സ്. ഓക്കെ, ഓവർവ്യൂ ഓഫ് ജാവ ലാംഗ്വേജ് ലാസ്റ്റ് ക്ലാസ്സിൽ കഴിഞ്ഞു. ക്ലാസ്സസ്, ഒബ്ജക്ട്സ് ആൻഡ് മെത്തേഡ്സ്. അപ്പോൾ ഇത് നോക്കിയിട്ട് ഒരു സിമ്പിൾ ഒരു 2 ഇൻറ്റീജേഴ്സ് ആഡ് ചെയ്യുന്ന ഒരു ജാവ പ്രോഗ്രാമും കൂടി നോക്കാം. ഓക്കെ, സോ ക്ലാസ്സസ്, ഒബ്ജക്ട്സ്, മെത്തേഡ്സ് എന്ന് പറയുമ്പം നമ്മൾ CPP പഠിച്ച അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും. ഓക്കെ, so objects have states and behaviors. Example, a dog has states, color, name, breed, as well as behaviors such as wagging their tail, barking, eating. An object is an instance of class. Okay, and class can be defined as a template or blueprint that describes the behavior or state that the object of its type സപ്പോർട്ട്സ്. നമ്മൾ CPP പഠിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. ക്ലാസ് ഇസ് എ ബ്ലൂ പ്രിന്റ് ഓഫ് ഒബ്ജക്ട് ആൻഡ് ഒബ്ജക്ട് ഇസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്. ഓക്കെ, ദെൻ മെത്തേഡ്. ഇവിടെ ജാവയിൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ CPP ഫംഗ്ഷന് ഈക്വലന്റ് ആണ്. ഓക്കെ, സോ ഓക്കെ, നമ്മൾ CPP ഫംഗ്ഷൻസ് പഠിച്ചു അല്ലേ. അല്ലേ, ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഹലോ, CPP ഫംഗ്ഷൻസ് എന്തായിരുന്നു? ഫംഗ്ഷൻസ് കണ്ടെയ്ൻ എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലേ. ഓരോ ഫംഗ്ഷനും അറ്റ്ലീസ്റ്റ് 1 ടാസ്ക് ചെയ്യണം അല്ലേ. ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് മെമ്പർ ഫംഗ്ഷൻസ് ഉണ്ട്, ലൈക്ക് വോയിഡ് ഡിസ്പ്ലേ, വോയിഡ് ഗെറ്റ് ഡാറ്റ, വോയിഡ് കാൽക്. ഇഫ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ഓക്കെ, ഇഫ് എൽസ് ഇഫ് ഒക്കെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, ഫംഗ്ഷന്റെ അകത്ത് ഇഫ് ചെയ്യാമെന്നാണോ, എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ല ശിശിര. ഓക്കെ, അപ്പൊ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്ട്രാ ഒരു ടാസ്ക് ഒരു ഫംഗ്ഷൻ ആയിട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സിമ്പിൾ പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ഓഫ് 2 ഇന്റീജർ നമ്പേഴ്സ്. നമ്മൾ അതൊരു സാധാ വോയിഡ് മെയിൻ ഫംഗ്ഷന്റെ അകത്ത് മാത്രമായിട്ട് എഴുതി, അതല്ല ഒരു എക്സ്ട്രാ ഫംഗ്ഷൻ വെച്ചിട്ടും എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. ലൈക്ക് ഹാഷ് ഇൻക്ലൂഡ് iostream.h ഒക്കെ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് മെയിൻ ഫംഗ്ഷൻ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, സോ നമ്മൾ സാധാ ഒരു സമ്മ്, 2 നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള എന്താ ചെയ്യുക, ലൈക്ക് A and B ആർ 2 ഇന്റീജർ നമ്പേഴ്സ്. A is equal to 4 and B equal to 9. ഓക്കെ, സമ്മിന് S എന്നുള്ള ഒരു വേരിയബിൾ ഞാൻ കൊടുത്തു. ഓക്കെ, then S is equal to A plus B, Cout S. ഓക്കെ, get CH എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, സാധാ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ മതി. വേണമെങ്കിൽ Cout sum is equal to S എന്ന് വേണ്ടി കൊടുക്കാം അല്ലെ. അതല്ല നമ്മൾ ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളൊരു ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലേ. ഞാനിപ്പോൾ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ടൈപ്പ് വന്നിട്ട് വോയിഡ് ആയിരിക്കും. ഓക്കെ, ഫംഗ്ഷൻ നെയിം ഞാൻ സമ്മ് കൊടുത്തു, 2 പാരാമീറ്റേഴ്സ്, 2 ആർഗ്യുമെന്റ്സ് ഞാൻ പാസ് ചെയ്തു. ഓക്കെ, ഇതെന്റെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ. അപ്പം ഇവിടെ നമുക്ക് ആ സമ്മിനെ കോൾ ചെയ്താൽ മാത്രം മതി അല്ലെ. സം A, B മതി, ഫംഗ്ഷൻ കോൾ. ഓക്കെ, അപ്പൊ ഇവിടെ ഈ എസിന്റെ ആവശ്യമില്ല. വി ആർ നോട്ട് കാൽക്കുലേറ്റിംഗ് ദ സം ഇൻ മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, വോയിഡ് ആണ്. സോ മെയിൻ ഫംഗ്ഷനിലൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല, വോയിഡ് ആയതുകൊണ്ട് അല്ലെ. സമ്മ് ഒന്നും തിരിച്ചു കൊടുക്കുന്നില്ല, റിട്ടേൺ ചെയ്യുന്നില്ല മെയിൻ ഫംഗ്ഷനിലേക്ക്. സോ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫംഗ്ഷൻ ബോഡി വോയിഡ് സം ഇൻഡ് എക്സ് ഇൻഡ് വൈ, അകത്ത് ഒരു ടെമ്പററി വേരിയബിൾ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള S is equal to X plus Y Cout S അല്ലേ. ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് അല്ലേ.
വല്ല ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓർമ്മ വന്നു എന്ന് വിചാരിക്കുന്നു. റെസ്പോണ്ട് ചെയ്യൂ. ശിശിര, മനസ്സിലായോ? ഓക്കെ, സോ നമ്മൾ അവിടെ ഫംഗ്ഷൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജാവയിൽ അതെന്താണ്? മെത്തേഡ്സ്. ഓക്കെ, methods. A method is basically a behavior. A class can contain many methods. It is in methods where the logics are written, data is manipulated, and all the actions are executed. ക്ലാസ്സിൽ നമുക്ക് അവിടെ മെമ്പർ ഫംഗ്ഷൻസ്, ഇവിടെ മെത്തേഡ്സ്. ഓക്കെ എന്ന് വിചാരിക്കുന്നു. Then instance variable. Each object has its unique set of instance variables. An object's state is created by the values assigned to these instance variable. ഡാറ്റ മെമ്പേഴ്സ്. ഓക്കെ ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മൾ ക്ലാസ്സിൽ കണ്ടിട്ടുള്ള അതേ കൺസെപ്റ്റ് തന്നെയാണ്, ജസ്റ്റ് പേര് മാത്രം ചിലതിന് മാത്രം ഡിഫറൻറ്റ്. ഓക്കെ, സോ സാമ്പിൾ ജാവ പ്രോഗ്രാം നമ്മുടെ ഹലോ വേൾഡ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാം. ഓക്കെ, ഒരു ക്ലാസ് ഇതിന്റെ പുറത്തുണ്ടാവും കേട്ടോ. ക്ലാസ്സിന്റെ അകത്താണ് ഈ മെയിൻ ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം, നോ പ്രോബ്ലം. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ ക്ലാസ് ഉണ്ട്, സോറി, ക്ലാസിന്റെ വിസിബിലിറ്റി പബ്ലിക് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ക്ലാസ് മൈ ഫസ്റ്റ് ജാവ പ്രോഗ്രാം പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർക്സ്, ഇത് പുറത്താണ്. ഓക്കെ, സ്ട്രിംഗ് ആർക്സ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ഹലോ വേൾഡ്. ഓക്കെ, സോ ദിസ് പ്രോഗ്രാം it displays the word hello world. ഓക്കെ, ഓക്കെ ആണോ? മൈ ഫസ്റ്റ് ജാവ പ്രോഗ്രാം ആണ് നമ്മുടെ ക്ലാസ്. ആ ക്ലാസ്സിന്റെ അകത്താണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർക്സ്. അതിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ. ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, ഇനി വൺ ബൈ വൺ ആയിട്ട് പറയാണ്. ഓക്കെ, ക്ലാസ് ഇൻ ജാവ എവറിത്തിങ് ഈസ് എൻകാപ്സുലേറ്റഡ് അണ്ടർ ക്ലാസസ്. ക്ലാസ് ഇല്ലാതെ ഒരു പ്രോഗ്രാമും ഉണ്ടാവില്ല. ഓക്കെ, ക്ലാസ് ഇസ് ദ കോർ ഓഫ് ജാവ ലാംഗ്വേജ്. ക്ലാസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ടെംപ്ലേറ്റ് ഓർ ബ്ലൂ പ്രിന്റ്. ഓൾറെഡി കണ്ടു, ക്ലാസ് ഇസ് ദ ബ്ലൂ പ്രിന്റ് ഓഫ് ഒബ്ജക്ട്. ഓക്കെ, എ ക്ലാസ് ഡിഫൈൻസ് ന്യൂ ഡാറ്റ ടൈപ്പ്. Once defined, this new type that can be used to create object of that type. Okay, object is an instance of class. You may also call it as physical existence of a logical template class. A class is declared using class keyword. A class contains both data and code that operate on that data. The data or variable defined within a class are called instance variable. Namada data members. Okay, and the code that operates on this data is known as methods, member functions in CPP. Okay, thus the instance variables and methods are known as class members. Okay, class is also known as a user defined data type. Okay ano? Hello? Okay ano? ഇതുവരെ പറഞ്ഞത് എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. ഓക്കെ, നമ്മുടെ CPP-യിലെ ക്ലാസ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? ഡാറ്റ മെമ്പേഴ്സും മെമ്പർ ഫംഗ്ഷൻസും ആയിരുന്നു. ജാവയിൽ ക്ലാസ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്റ്റൻസ് വേരിയബിൾസും മെത്തേഡ്സും. ഓക്കെ, നോക്കാം. എ ക്ലാസ് ആൻഡ് ആൻ ഒബ്ജക്ട് ക്യാൻ ബി റിലേറ്റഡ് ആസ് ഫോളോസ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ് ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റിന്റെ. ഓക്കെ, കൺസിഡർ ആൻ ഐസ് ട്രേ ലൈക്ക് ഓഫ് ക്യൂബ് ഷേപ്പ് ആസ് എ ക്ലാസ്. ഓക്കെ, then ice cubes can be considered as the objects. Okay, ice tray ice cubes. Ice tray class ananki we can say that ice cubes are objects. Okay, rules for Java class. A class can have only public or default access specifiers. Okay, ഇവിടെ ക്ലാസ്സിന് ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടു, ക്ലാസ്സിന് ഒരു പബ്ലിക് വിസിബിലിറ്റി ആക്സസ് സ്പെസിഫയേഴ്സ് കൊടുത്താണ്, പബ്ലിക് എന്ന് പറഞ്ഞത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിപ്പോ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിലും അത് ബൈ ഡിഫോൾട്ട് പബ്ലിക് തന്നെ ആകും. ഓക്കെ,
സോറി പബ്ലിക് അല്ലെങ്കിൽ നോ മോഡിഫയർ ആക്സസ് സ്പെസിഫയേഴ്സ് ആണുള്ളത്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി എയ്തർ അബ്സ്ട്രാക്ട്, ഫൈനൽ ഓർ concrete. Normal class. Okay, it must have the class keyword and class must be followed by a legal identifier. It may optionally extend one parent class. By default it will extend java.lang.object. Okay, it may optionally implement any number of comma separator interfaces. Okay, ഈ ഇന്റർഫേസസ് ഒക്കെ നമ്മൾ ലേറ്റർ പഠിക്കേ ഉള്ളൂ കേട്ടോ, വരുന്നേ ഉള്ളൂ. The class variables and methods are declared within a set of curly braces. Finally, the source file name must match the public class name and it must have a .java. ഓക്കെ, അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു പ്രോഗ്രാം എഴുതി അത് സേവ് ചെയ്യുമ്പം .java ഫയൽ ആയിരിക്കും. അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് .class എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് ഫയൽ കിട്ടും. അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? ഹലോ, റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് .java പറഞ്ഞിട്ടൊരു ഫയലിലാണ് സേവ് ആവുക. ഓക്കെ, ദെൻ കമ്പയർ ചെയ്യുന്നത് JavaC sample1.java എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യാനുള്ള ഒരു കമാൻഡ്. അങ്ങനെ കമ്പയർ ചെയ്ത സമയത്ത് എറർ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്താവും, .class ഫയൽ, ഒരു ഒബ്ജക്ട് ഫയൽ ക്രിയേറ്റ് ആവും അല്ലേ, പിന്നെയാണ് റൺ ചെയ്യുന്നത്. ഓക്കെ, ക്ലാസിന്റെ റൂൾസ് ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ വീണ്ടും ക്ലാസിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ സ്റ്റുഡൻറ്റിന്റെ കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. സോ ക്ലാസ് സ്റ്റുഡൻറ്റ്, ഇൻസ്റ്റൻസ് വേരിയബിൾസ് ആയിട്ട് നെയിം, റോൾ നമ്പർ, ഏജ്. ഓക്കെ, ദെൻ ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? ഇതിപ്പോൾ ക്ലാസ് നമ്മൾ സാധാരണ GPPയിൽ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഒബ്ജക്റ്റ് ക്രിയേഷൻ, നമ്മൾ ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ക്ലാസ് നെയിം സ്പേസ് ഒബ്ജക്റ്റ് നെയിം മെയിൻ ഫംഗ്ഷനിൽ അല്ലേ. ഇവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു കമാൻഡ് വെച്ചിട്ടാണ്. സ്റ്റുഡൻറ്റ് ക്ലാസ് നെയിം സ്പേസ് ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ കീവേഡ് ദെൻ again class name bracket 2 ഉണ്ട് semicolon. Okay, when a reference is made to a particular student with its property, then it becomes an object. Physical existence of student class. Student std equal to new student. ഈ ബ്രാക്കറ്റ് മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് std ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ആഫ്റ്റർ ദ above statement std is an object or an instance of student class. Here the new keyword creates an actual physical copy of the object and assign it to the std variable. It will have physical existence and get memory in heap area. The new operator dynamically allocates memory for an object. Okay ആണോ object? Hello? റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ, സോ ഒബ്ജക്റ്റ് ക്രിയേഷൻ എങ്ങനെയാണ്? ക്ലാസ് നെയിം സ്പേസ് ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ ക്ലാസ് നെയിം ബ്രാക്കറ്റ് സെമിക്കോളൻ. ഓക്കെ, നെക്സ്റ്റ് ഫങ്ഷൻ ക്രിയേറ്റിംഗ് മെത്തേഡ്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ മെയിൻ മെത്തേഡ് എങ്ങനെയായിരുന്നു? പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ അല്ലേ, ദെൻ സ്ട്രിംഗ് ആർഗ്സ്. മെയിൻ മെത്തേഡിന്റെ സിൻടാക്സ് അങ്ങനെയായിരുന്നു. ഇതിപ്പം സാധാ ഒരു ഫംഗ്ഷൻ സിൻടാക്സ് തന്നിരിക്കുന്നത് പബ്ലിക് സ്റ്റാറ്റിക് ഇൻറ്റ്. ഇൻറ്റ് എന്താണ്? ആ ഒരു റിട്ടേൺ ടൈപ്പ്. ആ ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും ടാസ്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഡാറ്റ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡാറ്റ ടൈപ്പ്. ഓക്കെ, ഇൻറ്റ് മെത്തേഡ് നെയിം ദെൻ പാരാമീറ്റർ ലിസ്റ്റ്. ഓക്കെ ആണോ? അതിനുശേഷം ഫംഗ്ഷൻ ബോഡി. ഓക്കെ ആണോ? ഹലോ, ഓക്കെ ആണോ? ഹലോ,
സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാ ഫംഗ്ഷൻ കൊടുക്കുക? ജസ്റ്റ് റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, പാരാമീറ്റർ ലിസ്റ്റ് അല്ലേ? ഇവിടെ എന്ത് വന്നു? പബ്ലിക് സ്റ്റാറ്റിക്കും കൂടി വന്നു എന്ന് മാത്രം. പബ്ലിക് സ്റ്റാറ്റിക്, റിട്ടേൺ ടൈപ്പ്, മെത്തേഡ് നെയിം, പാരാമീറ്റർ ലിസ്റ്റ്. ഓക്കെ. ഓ ഇപ്പൊ നോക്കുകയാണെങ്കിൽ പബ്ലിക് സ്റ്റാറ്റിക് മോഡിഫയർ ആണ്, ഇന്റ് റിട്ടേൺ ടൈപ്പ് ആണ്, മെത്തേഡ് നെയിം, name of the method, AB former parameters, int A, int B, list of parameters. Okay. So method definition consists of a method header and a method body. Okay. This is the syntax. Modifier, return type, name of the method, parameter list, method body. Okay, so modifier, it defines the access type of the method and it is optional to use. Optional ആണ്. Public static നമുക്ക് പറയാം, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ. ദെൻ റിട്ടേൺ ടൈപ്പ് മസ്റ്റ് ആണ്. റിട്ടേൺ ടൈപ്പ് ആ ഒരു മെത്തേഡ് എന്തെങ്കിലും ടാസ്ക് ചെയ്തതിനു ശേഷം എന്ത് ഡാറ്റ ആണോ മെയിൻ ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നത്, ആ ഡാറ്റന്റെ ഡാറ്റ ടൈപ്പ് ആണ് റിട്ടേൺ ടൈപ്പ്. ഓക്കെ. മെത്തേഡിനെ റിട്ടേൺ എ വാല്യൂ. ഓക്കെ. നെയിം ഓഫ് മെത്തേഡ്, ഫംഗ്ഷൻ നെയിം, നമ്മുടെ ഫംഗ്ഷൻ നെയിം ആണ് ഇവിടെ നെയിം ഓഫ് മെത്തേഡ്, മെത്തേഡ് നെയിം എന്ന് പറയുന്നത്. ദെൻ പാരാമീറ്റർ ലിസ്റ്റ്, നമ്മൾ എന്തെങ്കിലും പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്. Then method body, function body, it defines what the method does with the statements. Okay, so example ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്, just മെത്തേഡിന്റെ എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. So here is the source code of the above defined method called min. This method takes two parameters num1 and num2 and returns the maximum between two. ഓക്കെ. അപ്പം ഈ ഒരു മിൻ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. മിൻ ഫംഗ്ഷൻ, ഈ ഒരു മിൻ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നുണ്ട്. രണ്ട് ഇൻഡിജർ നമ്പേഴ്സ് ചെക്ക് ചെയ്ത് നോക്കും ഏതാ ഏതാ സ്മാളസ്റ്റ് എന്നുള്ളത് നോക്കിയിട്ട് ആ ഒരു സ്മാളസ്റ്റ് വാല്യൂ മെയിൻ ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട്. സോ വി യൂസ് ഇന്റ് ഡാറ്റ ടൈപ്പ് ഹിയർ ആസ് ദ റിട്ടേൺ ടൈപ്പ്. ഓക്കെ. ദെൻ ഫംഗ്ഷൻ നെയിം മിൻ ഫംഗ്ഷൻ ആണ്. മോഡിഫയേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, പബ്ലിക് സ്റ്റാറ്റിക് ഓപ്ഷണൽ ആണ്. Okay, and we are passing n1 and n2. Okay. Okay, then int min, നമ്മൾ ഈ ക്ലാസ്സിൽ CPP യൂസ് ചെയ്ത ഡിക്ലറേഷൻ ഒക്കെ യൂസ് ചെയ്ത സെയിം ഡാറ്റ ടൈപ്സ് ഒക്കെ തന്നെയാണ് ജാവയിലും വരുന്നത്. അതിന്റെ സൈസിൽ ഡിഫറൻസ് ഉണ്ടാവും, ബട്ട് ഇന്റ് ഫ്ലോട്ട് ഒക്കെ തന്നെയാണ് ജാവയിലും വരുന്നത്. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഹലോ? ഓക്കെ. ഇന്റ് എ എന്നൊക്കെ പറയുന്ന സമയത്ത് CPP എന്താണോ നടന്നിട്ടുള്ളത്, എ എന്നുള്ള വേരിയബിളിന് വേണ്ടിയിട്ട് ഇൻഡിജർ സൈസ് അലോക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ജാവയിലും ഇന്റ് എ എന്ന് പറയുന്ന സമയത്ത് എ എന്നുള്ള വേരിയബിളിലേക്ക് ഇൻഡിജർ സൈസ് അലോക്കേറ്റ് ചെയ്യുന്നു, മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, റെസ്പോണ്ട് ചെയ്തേ. കേൾക്കുന്നുണ്ടോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. സോ ഇവിടെ ഫസ്റ്റ് ഈ ഒരു ഫംഗ്ഷനിൽ മിൻ ഫംഗ്ഷനിൽ ആദ്യം ചെയ്തേക്കുന്നത് എന്താണ്? മിൻ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ അല്ലേ. ദെൻ നമ്മൾ ഇഫ് എൽസ് കണ്ടീഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സെയിം തന്നെയാണ് CPP ഇഫ് എൽസ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അത് തന്നെയാണ് ജാവയിലും ഇഫ് എൽസ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുക. ഓക്കെ, ഇഫ് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, ട്രൂ ആണെങ്കിൽ ഇഫ് സ്റ്റേറ്റ്മെന്റ് ഇഫ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇഫ് ബോഡി സ്കിപ്പ് ചെയ്യും, എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും അല്ലേ. ട്രൂ ആണെങ്കിൽ ഇഫ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് നേരെ എൽസ് പാർട്ട് സ്കിപ്പ് ചെയ്യും. ഓക്കെ, സോ ഇഫ് n1 greater than n2 min is equal to n2 else min is equal to n1. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യുന്നത്? മിന്നിലുള്ള വാല്യൂ ആണ് നമ്മൾ മെയിൻ ഫംഗ്ഷനിലേക്ക് കൊടുക്കുന്നത് അല്ലെ. മിന്നിലാണ് എന്തുള്ളത്? സ്മാളസ്റ്റ് വാല്യൂ ഉള്ളത്. n1ന്റെയും n2വും കമ്പയർ ചെയ്തിട്ട് സ്മാളസ്റ്റ് വാല്യൂ മിന്നിലാണുള്ളത്. സോ ആ മിന്നാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ഇത് ഓക്കെ അല്ലേ? കൺസെപ്റ്റ് ഓക്കെ അല്ലേ? നമ്മൾ CPP ചെയ്ത അതേ കൺസെപ്റ്റ് തന്നെയാണ് അല്ലേ? ഹലോ, ജസ്റ്റ് ഇവിടുത്തെ ഈ ഒരു സിൻടാക്സ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഈ പബ്ലിക് സ്റ്റാറ്റിക് ഫ്രണ്ടിൽ വന്നു, ബാക്കിയൊക്കെ സെയിം. ഓക്കെ ആണോ? ഹലോ,
എല്ലാവർക്കും ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? റെസ്പോണ്ട് ചെയ്യൂ. അഭിജിത്ത്, സനില, ബാക്കി ആരും ഇല്ലേ ഇവിടെ ഈ ക്ലാസ്സിൽ? അനുവിന്ദ്, അശ്വിൻ രാജ്, ഓക്കെ ആണോ അനുവിന്ദ്? ഇതുവരെ പറഞ്ഞൊക്കെ മനസ്സിലായോ? ഹരിത, ഹർഷ്, ഓക്കെ. സോ ഒരു 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള ഒരു ജാവ പ്രോഗ്രാം നോക്കാം. ഓക്കെ, മെത്തേഡ് കോളിംഗ് കൂടി കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. സോ ഇത് ജസ്റ്റ് മെത്തേഡ് ബോഡി മാത്രമേ ആയിട്ടുള്ളൂ. ഇനി മെത്തേഡ് എങ്ങനെയാണ് കോൾ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, for using a method it should be called. There are 2 ways in which a method is called, that is method returns a value or returning nothing. The process of method calling is simple. When a program invokes a method, the program control gets transferred to the called method, and this called method returns control to the caller in 2 conditions. When the return statement is executed, it reaches the method ending closing braces. Okay. നമ്മൾ CPP-യിൽ ചെയ്ത അതേ കാര്യം തന്നെയാണ് പറയുന്നത്. ഓക്കെ, സോ അതെങ്ങനെ കോൾ ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾ CPP-യിൽ കണ്ട പോലെ തന്നെയാണ്. ഇവിടെ നോക്കാം, ജസ്റ്റ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സ് മാത്രം നോക്കാം. ഇന്റ് result1 is equal to min function of AB. ഓക്കെ, സോ ഇവിടെ ഈ min function എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ min function എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ മെത്തേഡ്. ഓക്കെ, അപ്പൊ ആ മെത്തേഡിനെ കോൾ ചെയ്തേക്കാണ് ഇവിടെ min function of AB പറയുന്ന സമയത്ത് കറക്റ്റ് എക്സിക്യൂഷൻ ആ ഒരു കൺട്രോൾ ഈ ഒരു ഫംഗ്ഷനിലേക്ക്, ഈ ഒരു മെത്തേഡിലേക്കാണ് പോകുന്നത് അല്ലെ. അപ്പൊ ഇവിടുത്തെ AB N1 N2 എന്നുള്ള രീതിയിൽ A is equal to N1 is equal to A, N2 is equal to B. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ മിന്നെ കണ്ടുപിടിച്ചിട്ട് ദെൻ ആ ഒരു മിൻ വാല്യൂ ഇങ്ങോട്ടേക്ക് തന്നെ റിട്ടേൺ ചെയ്യുന്നു. ഇവിടെ നിന്നാണോ വിളിച്ചത് അങ്ങോട്ട് തന്നെ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ റിസൾട്ട് 1 is equal to min എന്നുള്ള രീതിയിലാണ്. റിസൾട്ട് 1ലേക്ക് മിന്നിന്റെ വാല്യൂ പോയി. ഓക്കെ, ഒന്നല്ലെങ്കിൽ ഈ റിട്ടേൺ എന്നുള്ളൊരു ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് റിട്ടേൺ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ എന്താ റിട്ടേൺ ചെയ്യാതെ വോയിഡ് ആയിട്ട് ചെയ്യാം. അതായത് ജസ്റ്റ് റിട്ടേൺ ഓപ്ഷൻ ഇല്ല, ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, ജസ്റ്റ് ക്ലോസിംഗ് ബ്രേസസിലൂടെ ഫംഗ്ഷൻ എൻഡ് ചെയ്യുന്നു, മീൻസ് മെത്തേഡ് എൻഡ് ചെയ്യുന്ന പോലെ. ഓക്കെ, സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ സാധാരണ CPP-യിൽ ചെയ്യുന്ന പോലെ തന്നെയാണ്, എക്സ്ട്രാ ഒന്നുമില്ല. ഓക്കെ, ചില സിൻടാക്സ് കാര്യങ്ങൾ ജാവയിൽ മാറ്റമുണ്ടെന്ന് മാത്രം. ഓക്കെ, അപ്പം ജസ്റ്റ് ഒരു പ്രോഗ്രാം വിച്ച് ആഡ്സ് 2 integer numbers, എ ജാവ പ്രോഗ്രാം വിച്ച് ആഡ്സ് 2 integer number, അതൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരു CPP-യിലാണെങ്കിൽ എന്താ ചെയ്യാറ്? ഇതുപോലെ തന്നെ വോയിഡ് മെയിൻ ആ 2 നമ്പേഴ്സ് നമ്മൾ വാല്യൂസ് കൊടുക്കുക അല്ലെങ്കിൽ യൂസറിന്ന് വാങ്ങുകയും ചെയ്യും. എന്നിട്ട് ആ ഒരു സമ്മ് നമ്മൾ കണ്ടുപിടിക്കും അല്ലേ, ജസ്റ്റ് x plus y അല്ലേ. ദെൻ സി ഔട്ട് as ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇവിടെ CPP-യിൽ അല്ലേ. അതിപ്പോൾ ജാവയിലേക്ക് ആക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? വോയിഡ് മെയിൻ, നമ്മുടെ മെയിൻ ഫംഗ്ഷൻ എവിടെയായിരിക്കണം? ഒരു ക്ലാസിന്റെ അകത്ത് അല്ലേ. ആണോ? മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹലോ, റെസ്പോണ്ട് ചെയ്ത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ഒരു ക്ലാസ് ആണ് കൊടുക്കേണ്ടത് അല്ലെ. ഒരു ക്ലാസ് എന്നുള്ള കീവേഡ് ദാൻ ഇറ്റ്സ് നെയിം. ഇപ്പൊ ക്ലാസിന്റെ നെയിം ആയിട്ട് ഞാൻ ആഡ് എന്നുള്ള കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ജാവയില് ക്ലാസിന്റെ ക്ലോസിംഗ് ബ്രേസസ് കഴിഞ്ഞിട്ട് സെമിക്കോളൻ ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം, എനിക്ക് ജസ്റ്റ് എന്തേ വേണ്ടു? 2 നമ്പേഴ്സ് ആഡ് ചെയ്യേ വേണ്ടു. അപ്പൊ എനിക്ക് മെയിൻ ഫംഗ്ഷൻ മാത്രം മതി അല്ലെ. അപ്പൊ ക്ലാസ് ആഡിന്റെ അകത്ത് ഞാൻ മെയിൻ ഫംഗ്ഷൻ കൊടുക്കാൻ പോവാണ്. മെയിൻ ഫംഗ്ഷന്റെ സിന്റാക്സ് എന്തായിരുന്നു? പബ്ലിക് സ്റ്റാറ്റിക്
void main അല്ലേ, void main string ഇങ്ങനെയും കണ്ടുവരുന്നുണ്ട് കേട്ടോ. string args. ഓക്കെ, ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നോക്കിയിട്ട് പറയൂ. യെസ്, എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ, ഓക്കെ. ഇനി ഈ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് എനിക്ക് എന്ത് ചെയ്യണം? ജസ്റ്റ് 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം, ഇൻറ്റീജർ നമ്പേഴ്സ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യാനുള്ളത് കൊടുക്കുകയാണ്. a is equal to 10, b is equal to 20. ഓക്കെ, ഇനി എനിക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു a b ആണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുത്താൽ മതി. ഇനിയും കൊടുക്കാം കേട്ടോ, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയും കൊടുക്കാം, നോ പ്രോബ്ലം. ഓക്കെ, ഇവിടെ എന്ത് കൊടുക്കാം? സാധാരണ ഈ CPP ചെയ്യുന്ന പോലെ a is equal to a plus b തന്നെ കൊടുക്കാം. ഓക്കെ, പിന്നെ ആ ഒരു വാല്യൂ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡിസ്പ്ലേ ചെയ്യാൻ നമുക്ക് വേണ്ടത് system.out.ln എന്നാണ്. എസ് ക്യാപിറ്റൽ ആയിരിക്കണം. ഓക്കെ, system.out.println, system.out.println കോട്സിൽ the sum is കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? sum. ഓക്കെ, അപ്പം ഇവിടെ ഈ ഒരു പ്ലസ് സിമ്പൽ വേണം. ഓക്കെ, ദ സം ഈസ് എന്ന് പറഞ്ഞിട്ട് കൂടെ തന്നെ സമ്മിന്റെ വാല്യൂ വരാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലസ് സിമ്പിൾ കൊടുത്തിരിക്കുന്നത്. കോൺകാറ്റിനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫംഗ്ഷൻ ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിൽ പ്ലസിന് ഒരു എക്സ്ട്രാ ഫംഗ്ഷൻ അഡീഷൻ എന്നുള്ള ഒരു ഫംഗ്ഷന് കൂടെ ഒരു എന്താ സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ എന്നുള്ളൊരു ഫംഗ്ഷൻ ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം ഇവിടെ ശരിക്കും ഇവിടെ ഒരു പ്ലസ് സം കൊടുക്കുന്ന സമയത്ത് ഈ പ്ലസ് സിമ്പിൾ വരില്ല. ഈ ഒരു ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ഈ ഒരു ഇതിന്റെ കൂടെ ഈ ഒരു സമ്മിന്റെ വാല്യൂ വരും. കാരണം സമ്മ് നമ്മൾ കോട്സിലല്ല കൊടുത്തിട്ടുള്ളത് അല്ലെ. കോട്സിൽ കൊടുത്താൽ ആ കോട്സിലുള്ളത് അങ്ങനെ ഡിസ്പ്ലേ ആവും. അല്ലെങ്കിൽ കോട്സിലല്ല കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വേരിയബിൾ ദ വാല്യൂ ഓഫ് ദാറ്റ് വേരിയബിൾ വിൽ ബി ഡിസ്പ്ലേഡ് അല്ലെ. സോ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ the sum is എത്ര വാല്യൂസ് കൊടുത്താൽ 10 20 അല്ലേ. the sum is 30 ഇങ്ങനെ വരും. ഓക്കെ ആണോ? ഹലോ, ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്യൂ. എഴുതിയെടുക്കുന്നുണ്ടോ ഇതൊക്കെ? ഈ പ്രോഗ്രാം എഴുതിയെടുത്തായിരുന്നോ? ഹലോ, ഓക്കെ. നോട്ട് ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പറയുന്നുണ്ടോ? എല്ലാ പ്രോഗ്രാം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എല്ലാ പ്രോഗ്രാംസും അതിൽ വേണം. ഓക്കെ, ഒന്നുകൂടി പറയുകയാണെങ്കിൽ ക്ലാസ് ആഡ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർഗ്സ് എസ് ക്യാപിറ്റൽ ആയിരിക്കണം. ദെൻ നമ്മൾ എന്ത് ചെയ്തു? 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു, 2 വേരിയബിൾസ് ഇനീഷ്യലൈസ് ചെയ്തു. ദെൻ സം, we calculated sum, and in the next statement we just displayed the value of sum. Okay.